രക്ഷയുടെ പാതയിൽ. കുഞ്ഞുമക്കളെ, സുഖാണോ എല്ലാവർക്കും? എന്നാ എല്ലാരും ഒന്ന് നേരെ ഇരുന്നേ. എവിടെ? അവിടെ ആരാ തിരിഞ്ഞിരിക്കുന്നേ? എന്നും ടീച്ചർ വരുമ്പോ പറയാറുണ്ട്, ടീച്ചറിനെ കാണുന്നത് എഴുന്നേറ്റ് നേരെ ഇരുന്ന് എന്തു പറയണമെന്നാ പറഞ്ഞത്? എന്നാ ആൽബിനെ പറഞ്ഞിട്ടുള്ളത്? ആ, ഇങ്ങനെ ഇരുന്ന് പറയാനാണോ പറഞ്ഞേ? അല്ല, പിന്നെ എങ്ങനെയാ? കൈകൾ കൂപ്പിയിട്ട് പറയണം, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എങ്ങനെയാ പറയണ്ടേ? എല്ലാരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. ടീച്ചറിന് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഉറക്കെ പറഞ്ഞേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സന്തോഷാണോ? ആർക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. എന്താ അവിടെ പണിയുന്ന ക്ലാസിന്റെ സമയത്ത്? മരിയ, എവിടെയാ നോക്കുന്നേ? ടെക്സ്റ്റ് ബുക്ക് എടുത്തോ? എടുത്തല്ലേ? നല്ല കുട്ടികളാന്നേ. എല്ലാവരും ഇങ്ങനെ ഞായറാഴ്ചയാകാൻ കാത്തിരിക്കുക. എന്തിനാ? ഈശോയെ കുറിച്ച് പഠിക്കാന്. തിങ്കൾ മുതൽ വെള്ളി വരെ അല്ലെങ്കിൽ ശനി വരെ നമ്മൾ എന്താ പഠിക്കുന്നത്? ഇംഗ്ലീഷ്, മാത്സ്, സയൻസ് അല്ലേ? അതും പഠിക്കണം. എന്നാലും എല്ലാ ദിവസവും അത് തന്നെ ആയതുകൊണ്ട് ഒരിത്തിരി വിഷമമൊക്കെ ഉണ്ടല്ലേ? അപ്പൊ അതിനു വേണ്ടിയായി ഇങ്ങനെ നമ്മൾ നോക്കിയിരിക്കുകയാണ് ഒരു സൺഡേ ഇങ്ങനെ വരാനായിട്ട്. അപ്പൊ നല്ല നല്ല ക്ലാസ്സുകള്, ടീച്ചേഴ്സ് നല്ല കഥകള് പറയും. അപ്പൊ അതൊക്കെ കേൾക്കാൻ വേണ്ടി കുഞ്ഞു മക്കൾ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക. ആണോ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഞാൻ കൂട്ടുകൂടില്ല കേട്ടോ. അത് തന്നെ. എല്ലാവരും ഇപ്പൊ ഹാപ്പിയായി. എന്ന് നേരെ ഇരുന്നോ. നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നേ? നമ്മൾക്ക് കോവിഡ് വരുന്നതിന് മുമ്പ് നമ്മൾ പള്ളിയിൽ പോകും, കുർബാന കൂടും അല്ലേ? വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് ഈശോയെ ദിവ്യ സക്രാരിയിൽ കണ്ടതിന് ശേഷം നമ്മൾ ഈശോയെ കുറിച്ച് ടീച്ചേഴ്സ് പറയുന്ന പുതിയ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി നമ്മൾ വേദപാഠ ക്ലാസ്സിലേക്ക് പോകും. ശരിയാണോ? അതെ ടീച്ചറേ. എല്ലാവരും വിശുദ്ധ ബലിയിൽ നന്നായിട്ട് പങ്കെടുക്കാറുണ്ടായിരുന്നോ? ഉണ്ടെന്നേ. നമ്മുടെ പിള്ളേരെല്ലാം മിടുക്കന്മാരും മിടുക്കികളല്ലേ? നല്ല സുന്ദരന്മാരും സുന്ദരികളുമാ. എങ്ങനെയാ സുന്ദരന്മാരും സുന്ദരികളും ആകുന്നേ? എപ്പോഴും ടി വി ഒക്കെ കണ്ട് മൊബൈലിലും കളിച്ച് കാർട്ടൂണും കണ്ടിരുന്നിട്ടുണ്ടെങ്കില് നമ്മൾ സുന്ദരന്മാരാണോ? അല്ലെന്നേ. കണ്ണൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് എന്തോ പോലെ ഇരിക്കും അല്ലേ? ആ സമയത്ത് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയൊക്കെ ഇരിക്കുമ്പോ നമ്മുടെ മുഖം എങ്ങനെ ഇരിക്കും? നല്ല ചിരിച്ച് ഇരിക്കും അല്ലേ? എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കുവിൻ. ടീച്ചേഴ്സ് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ ആദ്യം തൊട്ട്? എപ്പോഴും നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കുവിൻ. ഈശോയും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കരഞ്ഞുകൊണ്ട് നടക്കുന്നവരൊന്നും എനിക്കിഷ്ടമില്ല. സഹനങ്ങൾ വരുമ്പോഴും കഷ്ടപ്പാടുകൾ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഈശോയോട് പ്രാർത്ഥിക്കണം. സന്തോഷം വരുമ്പോഴും പ്രാർത്ഥിക്കണം. എന്നാ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാരും ഒന്ന് നേരെ ഇരുന്നേ. ഇരുന്നോ? എനിക്ക് കാണാട്ടോ. റോസ്മരി എങ്ങോട്ടോ നോക്കുന്നുണ്ട്. മിടുക്കി മിടുക്കി മിടുക്കി. എന്നാ നമ്മൾ എല്ലാവരും കൈ കൂപ്പി കണ്ണടച്ച് പിടിച്ചേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഈശോയുടെ മുഖം ഓർത്തേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈശോയെ ഓർക്കാം. കുഞ്ഞുമക്കൾക്ക് എപ്പോഴും ഇഷ്ടം ഉണ്ണീശോയാ അല്ലേ? ഉണ്ണീശനെ കാണാൻ എന്നാ സുന്ദരനാ. കയ്യൊക്കെ പൊക്കി കാലൊക്കെ പൊക്കി കിടക്കുന്ന കാണാൻ എന്നാ സുന്ദരനാ അല്ലേ? അപ്പൊ നിങ്ങൾ അത് കണ്ടു. ടീച്ചറിന് ഏറ്റവും ഇഷ്ടം ആരെയാന്നറിയാവോ? കുരിശിൽ കിടക്കുന്ന ഈശോയാ. അതെന്നാന്നറിയാവോ? നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ചത് നമ്മുടെ തമ്പുരാനല്ലേ? വേറെ ആരെങ്കിലും ആണോ? അപ്പം നമുക്ക് ആ ക്രൂശിതനെയും കൂടെ ഇഷ്ടപ്പെടണ്ടേ? അവനെയും കൂടെ മനസ്സിൽ ഓർക്കണ്ടേ എപ്പോഴും? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓർത്തോളുക. ടീച്ചറ് കുരിശിൽ കിടക്കുന്ന ഈശോയെ ഓർക്കുക. ഓക്കേ. ഈശോയുടെ തലയിൽ മുൾമുടിയുണ്ട്. ആ മുൾമുടിക്കിടയിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുക അല്ലേ? നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ണീശോയെ കാണുന്നവര്
ഒന്ന് ഓർത്തു നോക്കിയ ഈശോയുടെ മുഖം. ആ കുരിശിൽ കിടക്കുന്ന ഈശോയെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാ വേദന സഹിക്കുമ്പോഴും ഈശോയുടെ കണ്ണില് നമ്മുടെ മുഖമായിരുന്നു. അതുകൊണ്ട് ഈശോ ഒരിക്കലും സങ്കടപ്പെട്ടിട്ടില്ല, ഈശോ ഒരിക്കലും കരഞ്ഞിട്ടുമില്ല. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ ഈശോയെ, അങ്ങ് ആ കുരിശിലായിരിക്കുന്നത് എനിക്ക് നല്ല വീടും നല്ല കാറും നല്ല വസ്ത്രങ്ങളും തരാൻ വേണ്ടിയാണ്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവിടുന്ന് ആ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നത് എനിക്കെല്ലാ സൗഭാഗ്യങ്ങളും തരാൻ വേണ്ടിയാ. എൻ്റെ ഈശോയെ, ഈ ലോകത്തില് എല്ലാ സൃഷ്ടികളെക്കാൾ ഉപരിയായിട്ട് എനിക്ക് നിന്നെ സ്നേഹിക്കണം. അതിനുവേണ്ട വലിയ കൃപയ്ക്കായി ഈശോയെ ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, കുരിശിന്റെ ചുവട്ടില് ചങ്ക് തകരുന്ന വേദനയോടെ അമ്മ നിന്നത് ഞങ്ങളെ സന്തോഷിപ്പിക്കാനാണ്. അമ്മയുടെ സങ്കടത്തിന് പകരമായിട്ട് ഈശോയെ എന്ന് സ്നേഹിക്കുവാന്, ഈശോയുടെ കൂടിയായിരിക്കുവാന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ വാങ്ങിച്ചു തരണമേ. പരിശുദ്ധാത്മാവേ, ഇതിനെല്ലാം സഹായമായിട്ട് നീ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പൊ എന്നാ തോന്നുന്നു? അയ്യോ, ഇപ്പൊ എല്ലാവരുടെയും മുഖത്ത് നല്ല സന്തോഷം കേട്ടോ, നല്ല ചിരി വരുന്നുണ്ട്. ഇപ്പൊ ഒരു എനർജി ഒക്കെ കിട്ടിയില്ലേ? നല്ല പവർ അല്ലെ? നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ നല്ലൊരു പവർ നമ്മുടെ ഉള്ളില് ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുഞ്ഞുമക്കളുടെ ടിവിയും കാർട്ടൂണൊക്കെ കണ്ടിരുന്ന കുഞ്ഞുമക്കളുടെ കണ്ണുകളൊക്കെ ഇപ്പൊ നല്ല വിടർന്ന് നല്ല സന്തോഷമായിട്ട് സുന്ദരന്മാര് സുന്ദരികളായിട്ട് അങ്ങോട്ട് ഇരിക്കുക അല്ലേ? അപ്പൊ ഇനി നമുക്ക് എന്നാ ചെയ്യണം? പാഠം പഠിക്കാൻ തുടങ്ങാം. നമ്മുടെ പാഠത്തിന്റെ പേരെന്താണ്? ഈശോയാൽ ഐക്യപ്പെട്ടവർ. ആരാ ഈശോയാൽ ഐക്യപ്പെട്ടവര്? ആരാ അവിടെ പറയുന്നേ? അച്ഛന്മാരോ? അച്ഛന്മാര് മാത്രമാണോ? വേറെ ആരാണ്ട് പറയുന്നുണ്ട് സിസ്റ്റേഴ്സും ഉണ്ടെന്ന്. അവര് രണ്ടു കൂട്ടരും മാത്രമാണോ ഈശോയാൽ ഐക്യപ്പെട്ടവര്? അല്ലെന്നേ, നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഓരോരുത്തരും ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടവരാണ്. ആ ദൗത്യം ഈശോ നമ്മളിൽ ഓരോരുത്തരും തന്നിട്ടുണ്ട്. കുഞ്ഞുമക്കൾ അതിനെങ്ങനെയാ ചെയ്യുന്നേ? നിങ്ങൾ പോയി പള്ളിയിൽ പോയി നിന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റേജൊക്കെ കെട്ടി നിന്ന് സുവിശേഷം പ്രസംഗിക്കാനാണോ ഈശോ ആവശ്യപ്പെടുന്നത്? അല്ലട ചക്കരകളെ, അങ്ങനെയല്ല. ഈശോ എന്നാ പറയണേ? മക്കളെ, നിങ്ങൾ സ്കൂളിലായിരിക്കുമ്പോൾ നിങ്ങളുടെ അയൽവക്കക്കാരുടെ അടുത്ത് നിങ്ങൾ എങ്ങനെ പെരുമാറണം? ഈശോ എന്താന്നാ പറഞ്ഞത്? ഈശോ സ്നേഹമാണ്, കരുണയുള്ളവനാണ്. അപ്പൊ നമ്മൾ തൊട്ടടുത്തിരിക്കുന്നവരോട് എന്തായിരിക്കണം? ഒന്ന് പറഞ്ഞേ ജോസുകുട്ടി. നമ്മള് കരുണയുള്ളവരായിരിക്കണം അല്ലേ? എങ്ങനെയാ കരുണ കാണിക്കുന്നേ? നമ്മള് സാധനം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇല്ലാത്തവർക്ക് കൊടുക്കണം. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് കരുണ കാണിക്കാം. പക്ഷെ നമ്മൾ ഈ സ്നേഹം എങ്ങനെയാ കാണിക്കുന്നേ? നമ്മുടെ ഉള്ളിൽ ഭയങ്കര സ്നേഹ, പക്ഷെ നമുക്ക് അറിയത്തില്ല അതെങ്ങനെയാ കാണിക്കണേന്ന്. തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാർക്കൊട്ട് മനസ്സിലാകുന്നില്ല നമുക്ക് സ്നേഹം ഉണ്ടെന്ന്. നമ്മളപ്പോ എന്താ ചെയ്യണം? എങ്ങനെയാ നമ്മളത് പ്രകടമാക്കേണ്ടത്? ഒന്ന് പറഞ്ഞേ അന്നമ്മോ. അവിടെ ചുമ്മാതിരിക്കണ്ട കേട്ടോ, ഉത്തരങ്ങളൊക്കെ ഒന്ന് ചാടി ചാടി പറഞ്ഞേ. നമ്മൾ എന്നാ ചെയ്യണം? സന്തോഷത്തോടെ ഇരിക്കണം. അപ്പൊ അവര് ചോദിക്കും, എന്നാടി നിനക്ക് ഇന്ന് ഇത്ര സന്തോഷം? പപ്പ ബിരിയാണി വാങ്ങിച്ചു തന്നോ? പുതിയ ടോയ്സ് വാങ്ങിച്ചു തന്നോ? അപ്പൊ നിങ്ങൾ എന്നാ പറയും? എടി അതൊന്നും അല്ലെന്നേ, എനിക്ക് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോണ്ടല്ലോ കിടക്കയിലിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഈശോ എന്നോട് പറഞ്ഞു, മോളെ, ഇന്നത്തെ ദിവസം നീ എപ്പോഴും നല്ല സന്തോഷമുള്ളവരായിരിക്കണം. ടീച്ചർമാര് തല്ലിയാലും പപ്പയും മമ്മിയും വഴക്ക് പറഞ്ഞാലും ഇനി കൂട്ടുകാരി കളിയാക്കിയാലും നീ കരയരുത്. നീ സന്തോഷത്തോടെ ചിരിച്ചിരിക്കണം. എന്നിട്ട് പറയണം, അപ്പൊ ഞാൻ ഈശോയോട് ചോദിച്ചേ, അത് ഈശോയെ, വല്ലവരും കളിയാക്കുമ്പോ ഞാൻ എങ്ങനെയാ ചിരിച്ചോണ്ട് നിൽക്കുന്നേ? പപ്പ ഇങ്ങനെ തല്ലുമ്പോ ഞാൻ എങ്ങനെയാ ചിരിച്ചോണ്ട് നിൽക്കുന്നേ? അപ്പൊ ഈശോ പറഞ്ഞു, എന്താ ഈശോ പറഞ്ഞത്? നിനക്ക് വേണ്ടി ഞാൻ ഒത്തിരി നിന്ദനങ്ങൾ ഏറ്റത് മക്കളെ. അപ്പൊ നീ ചിരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇതിന്റെ തുടക്കത്തിൽ പറയാനുള്ളത്.
ഇത് പറഞ്ഞു വന്നത് എന്തിനാ? ആ ഈശോയാൽ അയക്കപ്പെട്ടവര് ആദിമസഭയില്, അതായത് ഈശോ തന്റെ മരുഭൂമിയിൽ ഒരുക്കത്തിന് ശേഷം എന്നാ ചെയ്തു? ജോർദാനിൽ ചെന്ന് മാമോദിസ സ്വീകരിച്ചു. അപ്പോൾ എന്ത് വന്നു ഈശോയിലേക്ക്? ആ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് പിന്നെ വീട്ടിൽ അടങ്ങി ഒതുക്കി നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ഈശോയ്ക്ക് പുറത്തേക്ക് ഇറങ്ങണം, രോഗികളെ സുഖപ്പെടുത്തണം, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം. ഈശോയ്ക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് പവർ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഡാ, നീ വീട്ടിലിരിക്കുകയാണോ? വീട്ടിൽ ഇരിക്കണ്ട, സമയമായി. എന്തിനുള്ള? കുരിശുമരണത്തിനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ നീ ഇറങ്ങി പ്രവർത്തിക്കുക. അപ്പൊ ഈശോ ഇങ്ങനെ പ്രവർത്തിക്കുക. അപ്പം പിതാവ് പറഞ്ഞു, മോനെ, നീ തന്നെ ആയിരിക്കണ്ടടാ, എല്ലാ ഭാരം കൂടെ നീ തന്നെ ചുമക്കണ്ട. നീ കുറച്ചു പേരെയൊക്കെ സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്തിട്ട് അവർക്കും കൂടെ കുറച്ച് കൊടുക്ക്. അപ്പൊ നിനക്ക് കുറച്ച് ഭാരം കുറഞ്ഞു കിട്ടും. നിനക്ക് അല്പമൊക്കെ ഒന്ന് സന്തോഷിക്കുകയും ചെയ്യാമല്ലോ. അപ്പൊ ഈശോ എന്നാ ചെയ്തു? അവിടെ ഇവിടെ ഇരുന്ന കുറച്ച് ആളുകളെ, നല്ല പണക്കാരെയും നല്ല സുന്ദരന്മാരെയും ആണോ ഈശോ തിരഞ്ഞെടുത്തത്? അയ്യോ അല്ലെന്നേ, ചുങ്കക്കാര്, മുക്കുവന്മാര്, അങ്ങനെയുള്ളവരെയാ തെരഞ്ഞെടുത്തത്. പണക്കൊതിയന്മാരായ ആളുകളെയൊക്കെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും അതിൻ്റെ അകത്ത് പണക്കൊതിയനെ ആരെയാ തെരഞ്ഞെടുത്തതെന്ന്. ആരായിരുന്നു? യൂദാസ്കറിയോത്തോ അല്ലേ? അപ്പൊ അങ്ങനെ 12 പേരെ ഈശോ തിരഞ്ഞെടുത്തു. ഈ 12 പേരെ എന്തെന്നാ പരിചയപ്പെടുത്തി ഈശോ? അപ്പസ്തോലന്മാർ എന്ന് പരിചയപ്പെടുത്തി. ഇവരെ സ്ലീഹന്മാർ എന്നാണ് വിളിക്കുന്നത്. സ്ലീഹ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അയക്കപ്പെട്ടവൻ. ഓക്കെ, അപ്പം 12 ശിഷ്യന്മാരുടെ പേരുകൾ നിങ്ങൾക്ക് കാണാമോ? അവിടെയുണ്ട്. ആ 12 ശിഷ്യന്മാരുടെ പേരുകളും പഠിക്കണം. എന്നിട്ട് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. പിന്നെ ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്നറിയാവോ? നിങ്ങള് ഈ കത്തോലിക്ക സഭയിലെ എല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിനും വേണ്ടി ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു ത്രിത്വസ്തുതിയും ചൊല്ലി നിങ്ങളുടെ വേദപാഠ ടീച്ചറിന് വോയിസ് ക്ലിപ്പായിട്ട് അയച്ചു കൊടുക്കുക. അതാ ഈ ആഴ്ചത്തെ നിങ്ങളുടെ ഹോംവർക്ക്. പിന്നെ ഒരു 2 ചോദ്യം കൂടെ. സ്ലീഹ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? പിന്നെയോ, ആരാണ് അപ്പസ്തോലന്മാർ? അവർ ആരൊക്കെ? അവരുടെ പേരുകൾ. ഇത്രയും കാര്യമുണ്ട് കേട്ടോ. ഒത്തിരി ഉണ്ടോ പഠിക്കാന്? ഇല്ലെന്നേ. അതിൻ്റെ അകത്ത് നല്ല രസമുള്ള പാട്ടായിട്ട് വരും. ഓക്കെ, അപ്പൊ അതൊക്കെ പഠിച്ച് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പം മടുത്തോ? മടുത്തൊന്നുമില്ല, പക്ഷേ നമുക്ക് ഇത്രയും മതി ഇന്ന്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ പഠിക്കാം ഈശോയെ പറ്റി. അപ്പൊ ഈശോയുടെ അടുത്ത് ചെന്ന് എല്ലാ ദിവസവും പറയണം, ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വലിയ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ടെന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ രൂപക്കൂടിന് മുമ്പിൽ ചെന്ന് നിന്നിട്ട് പറയണം, ഐ ലവ് യു ജീസസ്. സുഖാണോ? സന്തോഷമാണോ നിനക്ക് ഈ വീട്ടിൽ ഇരിക്കാൻ എന്നൊക്കെ ചോദിച്ച് ഈശോയോടൊക്കെ ഒന്ന് സംസാരിക്കണം കേട്ടോ. ചെയ്യൂലേ? ചെയ്യുന്നേ. അപ്പൊ ഇനി എല്ലാവരും നേരെ ഇരുന്നേ. നേരെ ഇരുന്നോ? ഇനി നമ്മൾ എന്നാ ചെയ്യണേ? നമ്മൾക്ക് ഇത്രയും നേരം ഈശോയെ അറിയാൻ, ഇത്തിരി കൂടി അറിയാൻ സാധിച്ചല്ലോ. അതിന് നമ്മൾ ഈശോയോട് നന്ദി പറയണ്ടേ? അപ്പൊ എല്ലാവരും കൈകൂപ്പി കണ്ണടച്ച് പിടിച്ച് ഈശോയെ ഒന്ന് ഓർത്തേ. ഈശോയോട് പറഞ്ഞേ, ഇന്ന് പഠിച്ചതുപോലെ ഈശോയെ നിന്നെ മാത്രം സ്നേഹിക്കുവാന്, ഈ ലോകത്തിൽ ആരെയും കാണണ്ട, ആരുടെയും മുഖത്തേക്ക് നോക്കണ്ട. എനിക്ക് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, അവഗണനകൾ ഉണ്ടാകുമ്പോൾ, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ നിന്നിലേക്ക് നോക്കാന്, കുരിശിലേക്ക് നോക്കാന് ഈ കുഞ്ഞുമക്കളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ നീല കാപ്പയ്ക്കുള്ളില് മക്കളെ എല്ലാവരെയും കാത്തുകൊള്ളണമേ. പരിശുദ്ധാത്മാവേ, അവർ ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ പെടാതെ കാത്തു പൊതിഞ്ഞു സൂക്ഷിക്കണമേ. സകല വിശുദ്ധന്മാരെ, മാലാഖമാരെ, അവരുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ അവർക്കെന്നും കൂട്ടായിരിക്കണമേ. നന്മയിൽ വളർത്തണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.